ഹായ് ഓൾ, വെൽക്കം ടു നീറ്റീസി. ഇന്ന് പഠിക്കാൻ പോകുന്നത് ആനിമൽ കിങ്ഡം ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഈ വീഡിയോയിൽ. നമുക്കറിയാം ആർ.എച്ച്. വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 5ാമത്തെ കിങ്ഡമാണ് കിങ്ഡം അനിമേലിയ. അതുകൊണ്ട് തന്നെ ഇതിലെ മെമ്പേഴ്സ് എല്ലാം ആനിമൽസ് ആണ്. ആനിമൽസ് എന്ന് പറയുമ്പോൾ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതായത് പല ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ചേർന്നതാണ് കിങ്ഡം അനിമേലിയ. അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവരെ പറ്റി സ്റ്റഡി നടത്തണമെങ്കിൽ അവരെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് നമ്മൾ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തു. ഇനി എപ്പോഴും നമുക്കറിയാം ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതുപോലെ ആനിമൽ കിങ്ഡത്തിലും ക്ലാസിഫിക്കേഷൻ നടത്തിയത് ചില ക്രൈറ്റീരിയാസിൻ്റെ ബേസിസിലാണ്. ആ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത് ബോഡി സിമട്രിയാണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ലായിരിക്കും. അത് ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വേർഡ്സ് ഒന്നും കേട്ട് പേടിക്കണ്ട. ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് ബോഡി സിമട്രി. രണ്ടാമത്തത് നേച്ചർ ഓഫ് സീലോം, പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, പാറ്റേൺസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം, പാറ്റേൺസ് ഓഫ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളുടെ ബേസിസിലാണ് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തത്. ഇനി ഇതൊക്കെ എന്താണെന്ന് നോക്കാം. അതിൽ മറ്റൊരു ക്രൈറ്റീരിയ ആണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഇതിൽ വിട്ടുപോയ ഒരു ക്രൈറ്റീരിയ ആണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതായത് നമുക്കറിയാം ആനിമൽ കിങ്ഡത്തിലെ എല്ലാ മെമ്പേഴ്സും മൾട്ടി സെല്ലുലാർ ആണ്. ആനിമൽ കിങ്ഡത്തിലെ എല്ലാ ഓർഗാനിസങ്ങളും എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്. അതുപോലെ ഹെട്രോട്രോപ്പിക്കും ആണ്. ഫുഡിനായി മറ്റ് പ്ലാന്റ്സിനെയോ മറ്റ് ജീവികളെയോ ആശ്രയിക്കുന്നവരാണ് ആനിമൽ കിങ്ഡത്തിലെ മെമ്പേഴ്സ്. അവരെല്ലാവരും മൾട്ടി സെല്ലുലാർ ആണ്. പക്ഷേ ഇവരുടെ ഈ സെൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി അല്ലെങ്കിൽ അതിൻ്റെ ഓർഗനൈസേഷൻ ആനിമേലിയയിലെ എല്ലാ മെമ്പേഴ്സിലും ഒരുപോലെയല്ല. അവരെ പല ലെവൽസിലാണ് ഓർഗനൈസേഷൻ നടത്തിയിരിക്കുന്നത്. അതായത് മെയിനായിട്ട് 4 ടൈപ്പ് ഓർഗനൈസേഷനാണ് ഉള്ളത്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇങ്ങനെ 4 രീതിയിലാണ് ഇവരുടെ സെൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിലെ ഏറ്റവും ആദ്യത്തേതാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഈ ഓർഗാനിസത്തിൻ്റെ സെൽസ് എല്ലാം വളരെ ലൂസായിട്ട് അല്ലെങ്കിൽ ചെറിയ സെൽ അഗ്രഗേറ്റ്സ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത് ഓരോ സെൽസ് ആയിരിക്കും. അതായത് ഓരോ ഓർഗാനിസം, ഈ ഒരു ഓർഗാനിസം ആണിതെന്ന് വിചാരിക്കുക. ആ ഓർഗാനിസത്തിൽ ഇത് മൾട്ടി സെല്ലുലാർ ആയതുകൊണ്ട് തന്നെ ഒന്നിലധികം സെൽസ് ഉണ്ട്. ഈ സെൽസിനെയൊക്കെ പല രീതിയിൽ ഒന്നെങ്കിൽ ലൂസായിട്ട് അല്ലെങ്കിൽ ചെറിയ ക്ലസ്റ്റേഴ്സ് ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്യും. എന്നിട്ട് ഓരോ സെല്ലിനും ഓരോ പ്രത്യേക ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഈ സെല്ലിൻ്റെ ഫംഗ്ഷൻ റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനമാണെങ്കിൽ അടുത്തൊരു സെല്ലിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും ഡൈജഷൻ എന്ന് പറയുന്നത്, ദഹിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഓരോ സെല്ലിനും ഓരോ ഡിവിഷൻ ഓഫ് ലേബർ ആയിരിക്കും. അതായത് മൊത്തം ആ ഒരു ജീവിയുടെ ആ ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ എന്തൊക്കെ ഫംഗ്ഷൻ നടക്കണോ ആ ഓരോ ഫംഗ്ഷനും ഓരോ സെൽസിനായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുമായിരിക്കും. അങ്ങനെ സെൽസിനെ തന്നെ ഈ ഓരോ ഫംഗ്ഷൻ ഏൽപ്പിക്കുന്നു. അല്ലെങ്കിൽ സെൽസ് ആണ് അവിടെ ഓരോ ഫംഗ്ഷൻ ചെയ്യാനുള്ള ഡിവിഷൻ ഓഫ് ലേബർ കൊടുക്കുന്നത് ഓരോ സെൽസിനാണ്. അങ്ങനെയുള്ള ഓർഗനൈസേഷനെയാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള ഓർഗനൈസേഷനാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പം ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽസിൻ്റെ ഗ്രൂപ്പിനെയാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഒരേ ഫംഗ്ഷൻ ചെയ്യുന്ന സെൽസിനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതായത് ഒരു ടിഷ്യൂ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതൊരു ഓർഗാനിസം ആണെങ്കിൽ ഈ ഓർഗാനിസത്തിൻ്റെ ഇവിടെ ഇരിക്കുന്ന കുറേ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? റെസ്പിറേഷൻ നടത്തുന്നത്, ശ്വസനത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൽസിനെയൊക്കെ ഒരുമിച്ച് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയി. ഇതിനെ നമുക്കിനി ടിഷ്യൂ എന്ന് വിളിക്കാം. ഇനി അടുത്ത ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് മറ്റൊരു ഫംഗ്ഷൻ ചെയ്യുന്നത്. അടുത്ത ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. അങ്ങനെ ഒരേ ഫംഗ്ഷൻ ചെയ്യുന്ന സെൽസിനെ എല്ലാം ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിനെയാണ്
ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനേക്കാൾ ഹയർ ആണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സ്പോഞ്ചസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അതൊരു ടൈപ്പ് ഓർഗാനിസംസ് ആണ്. സ്പോഞ്ചസ് എന്ന് പറയുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നത്. സീലൻഡ്രേറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു അവയവം എന്ന് പറയുന്നത് കുറേ ടിഷ്യൂസിനെ ഒരുമിച്ച് വെക്കുമ്പോഴാണ് ഒരു ഓർഗനായിട്ട് മാറുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസിനെയാണ് ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ ഫങ്ഷൻ ചെയ്യുന്ന കുറേ ടിഷ്യൂസിനെ ഒരുമിച്ച് വെക്കുന്നു, അപ്പോൾ അതൊരു ഓർഗനായിട്ട് മാറുന്നു. ഇങ്ങനെ ഓരോ ഫങ്ഷൻ ചെയ്യാനും ഓരോ ഓർഗൻ ഉണ്ട്. അങ്ങനെയുള്ള ഓർഗനൈസേഷനെയാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പ്ലാറ്റിഹെൽമിന്തസ് അങ്ങനെയുള്ള ചില ഗ്രൂപ്പുകളാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത്. അപ്പോൾ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ടിഷ്യൂസിനെ അതിനെല്ലാം കൂടെ ഒരുമിച്ച് വെക്കുന്നു, ഗ്രൂപ്പായിട്ട് വെക്കുന്നു. അപ്പോൾ ഓരോ ഓർഗൻസ്, ആ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസിനെ ഇനി മുതൽ നമുക്ക് ഓർഗൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ ഫങ്ഷൻ ചെയ്യാനും ഓരോ ഓർഗൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. ഇത് കാണിക്കുന്നത് ഏതൊക്കെ ഓർഗാനിസങ്ങളാണ്? പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും അതിനേക്കാൾ ഹയർ ഫൈലങ്ങളിലുള്ള എല്ലാ മെമ്പേഴ്സും ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് കാണിക്കുന്നത്. നാലാമത്തതാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതായത് ഒരു ഫങ്ഷൻ ചെയ്യാൻ ഒരു ഓർഗൻ മാത്രമല്ല, അതിനെ അസോസിയേറ്റ് ചെയ്ത് മറ്റു കുറച്ച് സിസ്റ്റങ്ങളും കൂടി ഉണ്ട്. അതായത് നമ്മുടെ റെസ്പിറേഷൻ, ശ്വസനം നടത്തുന്നത് ആരാണ്? ശ്വാസകോശങ്ങൾ അല്ലെങ്കിൽ ലങ്സ് ആണ് റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ലങ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനാണ്. പക്ഷെ ലങ്സ് മാത്രമല്ല, ലങ്സിന് മറ്റെന്തൊക്കെയുണ്ട്? ട്രക്കിയുണ്ട്, ബ്രോങ്കയുണ്ട്, അങ്ങനെയൊക്കെയുള്ള മറ്റ് ചില പാർട്സും കൂടെ ഈ ലങ്സ് എന്ന് പറയുന്ന ഓർഗനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ടാണ് റെസ്പിറേഷൻ സാധ്യമാകുന്നത്. അതായത് ഓർഗൻ്റെ കൂടെ ചില ഫങ്ഷണൽ സിസ്റ്റങ്ങളും കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്നു, എന്നിട്ട് അവർ ഒരുമിച്ച് ആ ഫങ്ഷൻ ചെയ്യുന്നു. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഗനും അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ആ ഫങ്ഷണൽ സിസ്റ്റം കൂടെ ചേരുമ്പോഴാണ് അതിനെ ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഫിസിയോളജിക്കൽ ഫങ്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഫങ്ഷൻ ചെയ്യാൻ ഒരു ഓർഗൻ സിസ്റ്റം അവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഓർഗനൈസേഷനെയാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന മെമ്പേഴ്സാണ് അനലിഡ്സ്, ആർത്രോപോഡ്സ്, മൊളസ്ക്സ്, എക്കൈനോഡേംസ് ആൻഡ് കോഡേറ്റ്സ്. ഇതൊക്കെ എന്താന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത്രയാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഇനി നമ്മൾ പറഞ്ഞു പല ടൈപ്പ് ആനിമൽസിൽ പല ടൈപ്പ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും. അപ്പോൾ 4 ടൈപ്പ് നമ്മൾ പഠിച്ചു. ഏറ്റവും നാലാമത്തെ, ഏറ്റവും ലാസ്റ്റത്തെ അല്ലെങ്കിൽ ഏറ്റവും ഹയർ ആയിട്ടുള്ളതാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇതുള്ള ഓർഗാനിസത്തിനൊക്കെ ഓർഗൻ സിസ്റ്റംസ് ആണുള്ളത്. അപ്പോൾ ഈ ഓർഗൻ സിസ്റ്റം, പല ആനിമൽസിലും ഉള്ള ഓർഗൻ സിസ്റ്റത്തിനും പല പാറ്റേൺസ് ഉണ്ട്. അതായത് പ്ലാറ്റിഹെൽമിന്തസ്, ഈ പ്ലാറ്റിഹെൽമിന്തസിനെ എടുക്കുകയാണെങ്കിൽ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയാം. പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയാം. കാരണം എന്താണ്? ഈ പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ബോഡിയിൽ നിന്ന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓഫ് ബോഡിയിലേക്ക് ഒറ്റൊരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, സിംഗിൾ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ബോഡിക്ക് ഒറ്റൊരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. ആ ഓപ്പണിംഗ് വഴി മാത്രമാണ് അതിന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വരുന്നത്, ബോഡിയുടെ അകത്തേക്ക് ഒരു കോണ്ടാക്റ്റ് വരുന്നത്. അങ്ങനെ ഒറ്റ ഓപ്പണിംഗ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയും. ഇനി കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും 2 ഓപ്പണിങ്സ് ഉണ്ടായിരിക്കും. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് 2 ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അതായത് നമുക്കൊക്കെ ഉള്ള പോലെ മൗത്തും ഉണ്ട്, ഏനസും ഉണ്ട്. അങ്ങനെ 2 ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയാം. അടുത്തതാണ് സർക്കുലേറ്ററി സിസ്റ്റം. അതായത് എന്താണ്? നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥ, സർക്കുലേറ്ററി സിസ്റ്റം. ഇത് ഓപ്പൺ ടൈപ്പും ഉണ്ട്, ക്ലോസ്ഡ് ടൈപ്പും ഉണ്ട്. ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹാർട്ടാണ് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ബ്ലഡ് എന്താ ഫുൾ ഇങ്ങനെ ബോഡിയിൽ മൊത്തത്തിൽ സ്പ്രെഡായി കിടക്കുകയാണ്. ടിഷ്യൂസും സെൽസും ഒക്കെ അതിനകത്ത്
ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ മുങ്ങി ഈ ബ്ലഡുമായിട്ട് കോണ്ടാക്റ്റിൽ കിടക്കുകയാണ്. അങ്ങനെയുള്ളതാണ് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് ഹാർട്ടാണ് പമ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ബ്ലഡ് എന്താ ഒരു സീരീസ് ഓഫ് വെസൽസിൽ കൂടി മാത്രമാണ് ഫ്ലോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിയിലൊക്കെ ഉള്ള പോലെ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് രക്തക്കുഴലുകളിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത്. അല്ലാതെ ഫുൾ ബോഡി ഫുൾ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുമല്ല, രക്തക്കുഴലുകളിലൂടെ അതായത് വെസൽസിൽ കൂടെ മാത്രമാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെയാണ് ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം 2 ടൈപ്പ് പറഞ്ഞു, കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ്. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ആൻഡ് ക്ലോസ് ടൈപ്പ് ഉണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഓർഗൻ സിസ്റ്റംസ് ഈ ആനിമൽസിനൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലെല്ലാം പല വെറൈറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ എല്ലാ ആനിമൽസിൻ്റെയും ഈ സിസ്റ്റങ്ങൾ ഒരുപോലെയല്ല, അതൊക്കെ ഡിഫറെൻ്റ് ആണ്. അതിനൊക്കെ പല വെറൈറ്റീസ് ഉണ്ട്. ഇനി നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയാസ് പറഞ്ഞപ്പോൾ ആദ്യത്തേതായിരുന്നു ബോഡി സിമട്രി. അപ്പോൾ എന്താണ് സിമട്രി എന്ന് പഠിക്കാം. സിമട്രി എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗാനിസത്തിൻ്റെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ഒരു ഓർഗാനിസത്തിൻ്റെ ഒരു ഷേപ്പിനെ സംബന്ധിക്കുന്ന കാര്യമാണ് സിമട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അസിമെട്രിക്കൽ, അതായത് ഒരു ഓർഗാനിസം, ഈ ഓർഗാനിസത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും 2 ഈക്വൽ പാർട്സ്, ഒരേപോലെയുള്ള പാർട്സ് ഇങ്ങനെ കിട്ടുകയാണെങ്കിലാണ് നമ്മൾ ഇതിനെ സിമട്രിക്കൽ ആണെന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗാനിസം എങ്ങനെയോ ആവട്ടെ അതിൻ്റെ ഷേപ്പ്, അതിനെ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടി കട്ട് ചെയ്യുന്നു. ഒന്നുകിൽ ഇങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. എങ്ങനെയെങ്കിലും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 ഹാഫ്സ് ഉണ്ടായിരിക്കുമല്ലോ. ഒരു ഓർഗാനിസത്തിനെ 2ആയി മുറിക്കുമ്പോൾ 2 പാർട്ട് കിട്ടുമല്ലോ. ഇത് രണ്ടും ഒരേപോലെ ഇരിക്കുകയാണെങ്കിലാണ് നമുക്ക് ഇതിനെ സിമട്രിക്കൽ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പം ഇതിൽ തന്നെ ഒരു 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആദ്യത്തേതാണ് അസിമെട്രിക്കൽ. അസിമെട്രിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗാനിസം, ഇങ്ങനെ ഒരു ഓർഗാനിസം ഇരിക്കുകയാണ്. ഈ ഓർഗാനിസത്തിനെ നമ്മൾ ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും 2 ഈക്വൽ ആയിട്ടുള്ള ഹാഫ്സ് നമുക്ക് കിട്ടില്ല. അതായത് ഇങ്ങനൊരു ഷേപ്പ് നമ്മൾ ആദ്യം ഇങ്ങനൊരു പ്ലെയിനിൽ, ഒന്നാമത്തെ പ്ലെയിനാണിത്, ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. അപ്പം ഈ ഹാഫും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, ഈക്വൽ അല്ല. ഇനി ഈ പ്ലെയിൻ നമ്മൾ മാറ്റിയിട്ട് വേറെ ഇങ്ങനൊരു പ്ലെയിനിൽ നമ്മൾ ഇതിനെ കട്ട് ചെയ്തു. അപ്പോഴും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് രണ്ടും ഡിഫറെൻ്റ് ആണ്, ഈക്വൽ ഹാഫ്സ് അല്ല. ഇനി നമ്മൾ ഇങ്ങനെ മുറിക്കുന്നു, ഏത് രീതി മുറിച്ചാലും ഈ ഒരു ഓർഗാനിസത്തിനെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അങ്ങനെയുള്ളവരെയാണ് അസിമെട്രിക്കൽ എന്ന് പറയുന്നത്. അസിമെട്രിക്കൽ ആയിട്ടുള്ള ആനിമൽസിന് എക്സാമ്പിൾസ് ആണ് സ്പോഞ്ചസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അപ്പം എന്താണ് അസിമെട്രിക്കൽ? എനി പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ ഡസ് നോട്ട് ഡിവൈഡ് ദം ഇൻറ്റു ഈക്വൽ ഹാഫ്സ്. ഏത് പ്ലെയിനിൽ കൂടെ മുറിച്ചാലും ഈക്വൽ ഹാഫ്സ് കിട്ടാത്തവർ, അവരാണ് അസിമെട്രിക്കൽ. അടുത്തതാണ് റേഡിയൽ സിമട്രി എന്ന് പറയുന്നത്. റേഡിയൽ സിമട്രി എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ, ആ ഒരു പ്ലെയിനിൽ കൂടി നമ്മൾ മുറിച്ചാൽ മാത്രം. ഇനി ഈ പ്ലെയിൻസിൻ്റെ ഒക്കെ പ്രത്യേകത, ഇതിൻ്റെ സെൻട്രൽ ആക്സിസിൽ കൂടെ കടന്നു പോകണം. ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയുടെ സെൻട്രൽ ആക്സിസിൽ കൂടെ കടന്നു പോകുന്നതായിരിക്കണം ഈ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഗാനിസത്തിൻ്റെ സെൻട്രൽ ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന ഏതൊരു പ്ലെയിനിൽ കൂടെ നമ്മൾ കട്ട് ചെയ്താലും അതിനെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടും. അങ്ങനെയുള്ളവരെയാണ് റേഡിയൽ സിമട്രിക്കൽ അല്ലെങ്കിൽ റേഡിയൽ സിമട്രി എന്ന് പറയുന്നത്. ഇങ്ങനൊരു സ്ട്രക്ചർ, ഇതിനെ നമ്മൾ ഇങ്ങനെ മുറിച്ചാലും എങ്ങനെ മുറിച്ചാലും അതേപോലെ ഇങ്ങനെ മുറിച്ചാലും ഏത് രീതി മുറിച്ചാലും ഈക്വൽ ആയിട്ടുള്ള 2 ഹാഫ്സ് ആയിട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ 2 ഐഡന്റിക്കൽ ഹാഫ്സ് ആയിട്ട് കിട്ടുന്നു. അങ്ങനെയുള്ളവരെയാണ് റേഡിയൽ സിമട്രി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സീലൻഡ്രേറ്റ്സ്, ടീനോഫോഴ്സ്, എക്കൈനോഡേംസ്. അടുത്തൊരു ടൈപ്പാണ് ബൈലാട്രൽ സിമട്രി. ബൈലാട്രൽ സിമട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒറ്റൊരു പ്ലെയിനിൽ കൂടെ മുറിക്കുമ്പോൾ മാത്രം ഐഡന്റിക്കൽ ഹാഫ്സ് കിട്ടുന്നു. അതായത് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഒരു ക്രാബിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ക്രാബ്. ഈ ക്രാബിനെ നമ്മൾ ഈ ഒരു പ്ലെയിനിൽ കൂടെ മുറിച്ചാൽ മാത്രമേ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള 2 ഹാഫ്സ് കിട്ടൂ. മറിച്ച് നമ്മൾ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിലോ
അപ്പർ ഹാഫും ലോവർ ഹാഫും ഈക്വൽ ആണോ? അല്ല, അൺഈക്വൽ ആയിട്ട് മാറും. അപ്പോൾ നമ്മളിങ്ങനെ വേർട്ടിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ ഇങ്ങനെ മുറിച്ചാൽ മാത്രമേ ഈക്വൽ ആയിട്ടുള്ള ഹാഫ്സ് കിട്ടൂ. അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടെ മുറിക്കുമ്പോൾ മാത്രമാണ് ഈക്വൽ ആയിട്ടുള്ള ഹാഫ്സ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് അനലിഡ്സ്, ആർത്രോപോഡ്സ്. ഇനി ഇവിടെ ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ നോക്കിയാൽ അറിയാം, ഈ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ഇങ്ങനെ മുറിച്ചാലും ഏത് പ്ലെയിനിൽ കൂടി മുറിച്ചാലും അതിൻ്റെ 2 ഈക്വൽ ഹാഫ്സ് നമുക്ക് കിട്ടും. സോ നമുക്ക് എന്ത് പറയാം? അത് റേഡിയലി സിമെട്രിക്കൽ ആണെന്ന് പറയാം. ഇതാണ് സിമെട്രി. ഇനി അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എംബ്രിയോ ആയിരിക്കുമ്പോൾ, അതായത് ഭ്രൂണം ആ അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മുടെ സെൽസിനെ എത്ര ലെയേഴ്സാണ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എംബ്രിയോ ആയിരിക്കുമ്പോൾ സെൽസിനെ 2 ലെയറായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് പുറമേ ഉള്ളത് എന്താ? എക്സ്റ്റേണൽ എക്ടോഡം, അകത്തുള്ളത് ഇന്റേണൽ എൻഡോഡം. ഇങ്ങനെ 2 ലെയറായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരെ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറയാം. ഡൈ എന്ന് പറഞ്ഞാൽ 2 എന്നല്ലേ, അപ്പൊ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 2 ജെം ലെയേഴ്സ് അല്ലെങ്കിൽ 2 എംബ്രിയോണിക് ലെയേഴ്സ്, എക്സ്റ്റേണൽ എക്ടോഡേമും ഇന്റേണൽ എൻഡോഡേമും. അവരെയാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഒരു പ്രത്യേകത, ഈ 2 എംബ്രിയോണിക് ലെയറിന്റെ നടുക്ക് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ലിവറും കൂടെ കാണാൻ പറ്റും. ആ ലെയറിനെയാണ് മീസോഗ്ലിയ എന്ന് വിളിക്കുന്നത്. എക്ടോഡേമിന്റെ എൻഡോഡേമിന്റെ ഇടയിലായിട്ട് മീസോഗ്ലിയയും കൂടെ കാണാൻ പറ്റും. അതൊരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ആണ്. ഇനി ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് സീലൻഡ്രേറ്റ്സ്. അടുത്തത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ട്രൈ, അതായത് 3 ലെയേഴ്സ്. അപ്പം എത്ര ജേം ലെയേഴ്സ് കാണും ഇവർക്ക്? 3 ലെയേഴ്സ്. ഒരു എക്ടോഡം, അത് എക്സ്റ്റേണൽ ആണ്, പിന്നെ ഒരു എൻഡോഡം, ഇനി ഇതിന്റെ നടുക്കായിട്ട് മീസോഡം എന്ന് പറഞ്ഞിട്ട് ഒരു ലെയറും കൂടെ വരുന്നു. അപ്പോൾ 3 ലെയർ ഉള്ളത് കൊണ്ട് ഇവരെ നമുക്ക് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കാം. പ്ലാറ്റിഹെൽമിന്തസ് മുതൽ കോഡേറ്റ വരെയുള്ള എല്ലാ മെമ്പേഴ്സും ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇതിൻ്റെ ഒരു പിക്ചർ ഉണ്ട്. അതായത് ഫസ്റ്റ് പിക്ചറിൽ നോക്കിക്കോ, അകത്തുള്ളത് എൻഡോഡം, പുറത്തുള്ളത് എക്ടോഡം, നടുക്ക് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ഉണ്ട്, അതാണ് മീസോഗ്ലിയ. ഇവരാണ് ഡിപ്ലോബ്ലാസ്റ്റിക്. ഇനി അടുത്ത പിക്ചറിൽ ഇതാ എക്ടോഡം ഉണ്ട്, എൻഡോഡം ഉണ്ട്, നടുക്കൊരു മീസോഡമും ഉണ്ട്. അങ്ങനെ 3 ലെയേഴ്സ് ഉള്ളതുകൊണ്ട് ഇവരാണ് ട്രിപ്ലോബ്ലാസ്റ്റിക്. അടുത്തതാണ് സീലോം. സീലോം എന്ന് വെച്ചാൽ എന്താണ്? സീലോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡി വാളിനും ഗട്ട് വാളിനും, ഗട്ട് വാൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്താണ്, നമ്മുടെ ഗട്ട്, നമ്മുടെ അന്നനാളം ഇല്ലേ, അത്. അപ്പോൾ ഗട്ട് വാളിൻ്റെയും ബോഡി വാളിൻ്റെയും ഇടയ്ക്ക് ഒരു ക്യാവിറ്റി ഉണ്ടോ ഇല്ലയോ? ക്യാവിറ്റി ഉണ്ടെങ്കിൽ ആ ക്യാവിറ്റിയെയാണ് നമ്മൾ സീലോം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ നമ്മുടെ ബോഡി വോളും ഉണ്ട്, അതുപോലെ ഗട്ട് വാളും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് സീലോം. അതിനെയാണ് ക്യാവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ ക്യാവിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്യാവിറ്റി മീസോഡേം കൊണ്ടായിരിക്കണം ലൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം എക്ടോഡേം ഉണ്ട്, എൻഡോഡേം ഉണ്ട്, മീസോഡേം ഉണ്ട്. അപ്പം മീസോഡേം കൊണ്ടാണ് ഈ ക്യാവിറ്റിയെ കവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലൈൻ ചെയ്യേണ്ടത്. ഈ ക്യാവിറ്റി എവിടെയാണ് കാണപ്പെടുന്നത്? ബോഡി വാളിനും ഗട്ട് വാളിനും ഇടയ്ക്കായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ക്യാവിറ്റിയെ ലൈൻ ചെയ്യുന്നത് മീസോഡേം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്യാവിറ്റിയെ സീലോം എന്ന് വിളിക്കാം. അപ്പോൾ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ യൂസ് ചെയ്ത ഒരു ക്രൈറ്റീരിയ ആണ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സീലോം. അപ്പോൾ സീലോം ഉള്ള ആനിമൽസ് ആണെങ്കിൽ നമുക്ക് അവരെ സീലോമേറ്റ്സ് എന്ന് വിളിക്കാം. സീലോം ഉള്ളവരാണ് സീലോമേറ്റ്സ്. ഇതിന് എക്സാമ്പിൾസ് ആണ് അനലിഡ്സ്, മൊളസ്ക്, ആർത്രോപോഡ്സ്, എക്കൈനോഡേംസ്, ഹെമികോഡേറ്റ്സ് ആൻഡ് കോഡേറ്റ്സ്. ഇനി മറ്റ് ചില ആനിമൽസിൽ ബോഡി ക്യാവിറ്റിയെ മീസോഡോം കൊണ്ടല്ല ലൈൻ ചെയ്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് എന്താ? മീസോഡോം കുറച്ച് സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് നമുക്ക് ഈ പിക്ചറിൽ കാണാം, ബോഡി വാളിൻ്റെയും ഗട്ട് വാളിൻ്റെയും ഇടയ്ക്കായിട്ട് ഇവിടെ കുറച്ച് ക്യാവിറ്റി നമുക്ക് കാണാൻ പറ്റും. ഈ വൈറ്റ് കളറിൽ കാണപ്പെടുന്നതാണ് ക്യാവിറ്റി.
എന്നാൽ ഈ ക്യാവിറ്റിയെ ലൈൻ ചെയ്തുകൊണ്ട് അവിടെ മീസോഡം ഇല്ല. പകരം ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് മീസോഡം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? ചില പൗച്ചസ് പോലെ, അതുപോലെ അത് ചിതറിക്കിടക്കാണ്, സ്കാറ്റേഡ് ആയിട്ടുള്ള പൗച്ചസ് പോലെയാണ് ഈ മീസോഡം കാണപ്പെടുന്നത്. എൻഡോഡേമിൻ്റെയും എക്ടോഡേമിൻ്റെയും ഇടയിൽ തന്നെയാണ് മീസോഡം, പക്ഷെ അതൊരു കണ്ടിന്യൂസ് ലെയർ അല്ല, അത് സ്കാറ്റേഡ് പൗച്ചസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ക്യാവിറ്റിയെ ലൈൻ ചെയ്യുന്നില്ല. സോ ഇങ്ങനെയുള്ളവരെയാണ് സ്യൂഡോസീലോം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ക്യാവിറ്റിയാണ് സ്യൂഡോസീലോം എന്ന് പറയുന്നത്. അപ്പോൾ സ്യൂഡോസീലോം ഉള്ള ആൾക്കാരെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്യൂഡോസീലോമേറ്റ്സ് എന്ന് പറയാൻ പറ്റും. ആഷെൽമിന്തസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇതിൽ വരുന്നത്. അടുത്തത് ബോഡി ക്യാവിറ്റി ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരെയാണ് അസീലോമേറ്റ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളാണ് പ്ലാറ്റിഹെൽമിന്തസ്. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ നടുക്ക് ഒരു സ്പേസ് കാണുന്നതേ ഉള്ളൂ, അല്ലാതെ ഈ ഗട്ട് വാളിൻ്റെയും ബോഡി വാളിൻ്റെ ഇടയ്ക്ക് ക്യാവിറ്റീസ് ഒന്നും കാണപ്പെടുന്നില്ല. അങ്ങനെയുള്ളവരാണ് അസീലോമേറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് സെഗ്മെന്റേഷൻ. സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, സെഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു പാർട്സ്, അതിനെയല്ലേ നമ്മൾ സെഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ചില ആനിമൽസിൻ്റെ ബോഡി പുറമേയും അകമേയും സെഗ്മെന്റ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പം എർത്ത് വർം അല്ലെങ്കിൽ മണ്ണിരയെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് മണ്ണിരയുടെ ബോഡി? ഇങ്ങനെ കുറച്ച് സെഗ്മെന്റ്സ് എല്ലാം കൂടെ എടുത്ത് അടുക്കി വെച്ചിരിക്കുന്ന പോലെയല്ലേ? അതായത് ഏതോ ഒരു വലിയൊരു സിലിണ്ടറിൻ്റെ സെഗ്മെന്റ്സ് എടുത്ത് ഇങ്ങനെ ഓരോ സെഗ്മെന്റ്സ് എടുത്ത് അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് നമ്മൾ ഒരു എർത്ത് വർം അല്ലെങ്കിൽ മണ്ണിരയൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റിനെയാണ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇൻ സം ആനിമൽസ് ബോഡി ഈസ് എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി ഡിവൈഡഡ് ഇൻടു സെഗ്മെന്റ്സ് വിത്ത് എ സീരിയൽ റെപ്പറ്റീഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ്. എക്സാമ്പിളാണ് എർത്ത് വർം. ഇനി ഇങ്ങനെ സെഗ്മെന്റേഷൻ കാണിക്കുന്ന ആ ഒരു ഫിനോമിനൻ, അതിനെയാണ് മെറ്റാമറിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെന്റേഷനെ നമുക്ക് മെറ്റാമറിക് സെഗ്മെന്റേഷൻ എന്ന് വിളിക്കാം. സെഗ്മെന്റേഷൻ കാണിക്കുന്ന ആ ഒരു ഫിനോമിനനാണ് മെറ്റാമറിസം എന്ന് പറയുന്നത്. മെറ്റാമറിസം കാണിക്കുന്ന ആൾക്കാർക്ക് ഒരു എക്സാമ്പിളാണ് എർത്ത് വർം. അടുത്തത് നോട്ടോകോഡ്. നോട്ടോകോഡ് എന്ന് പറയുമ്പോൾ മീസോഡേർമലി ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറാണ്. നമ്മൾ നേരത്തെ ട്രിപ്ലോബ്ലാസ്റ്റിക് ഡിപ്ലോബ്ലാസ്റ്റിക് പഠിച്ചപ്പോൾ പറഞ്ഞു, ജേം ലെയേഴ്സ്, അതായത് എക്ടോഡം, എൻഡോഡം, മീസോഡം, ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന്. ചില ആനിമൽസ് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, ചിലർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഈ ജേം ലെയേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഈ ജേം ലെയേഴ്സിൽ നിന്നാണ് എല്ലാ ഓർഗൻസും ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മീസോഡേമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ മീസോഡേമിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒരു സ്ട്രക്ചറാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു റോഡ് ലൈക്ക് സ്ട്രക്ചറാണ്, അതായത് ഇങ്ങനെ ഒരു റോഡ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. ഇനി ഇത് നമ്മുടെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ എംബ്രിയോയുടെ ഡോഴ്സൽ സൈഡിലാണ് കാണാൻ പറ്റുന്നത്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഡോഴ്സൽ വെൻട്രൽ ഇതെന്താണെന്ന് എളുപ്പം മനസ്സിലാവുന്ന ഒരു രീതി പറയുകയാണെങ്കിൽ, നമ്മുടെ ബോഡി തന്നെ എടുക്കുകയാണ്. അപ്പം നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഫേസ് വരുന്ന ഭാഗം, ഫേസ് മുതൽ താഴേക്കുള്ള ആ ഒരു പാർട്ടിനെ നമുക്ക് വെൻട്രൽ സൈഡ് എന്ന് വിളിക്കാം. എങ്കിൽ നമ്മുടെ തലയുടെ പുറക്, അതുപോലെ കഴുത്തിൻ്റെ പുറക്, പുറം, അതുപോലെ താഴോട്ട് ആ ഒരു പാർട്ടിനെ ഡോർസൽ സൈഡ് എന്ന് വിളിക്കാം. ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതി പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ മുഖം, കഴുത്ത് അല്ലെങ്കിൽ വയറ്, അങ്ങനെയുള്ള ഫ്രണ്ട് പാർട്ടിനെയാണ് വെൻട്രൽ സൈഡ് എന്ന് വിളിക്കുന്നത്. ഇനി ബാക്ക് പോർഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡോഴ്സൽ സൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എംബ്രിയോയുടെ ഡോഴ്സൽ സൈഡിൽ, ചില ആനിമൽസിൻ്റെ എംബ്രിയോയിൽ ഡോഴ്സൽ സൈഡിൽ നമുക്ക് ഈ നോട്ടോകോഡ് കാണാൻ പറ്റും. അപ്പോൾ നോട്ടോകോഡ് ഉള്ള ആനിമൽസിനെ നമ്മൾ കോഡേറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇനി എല്ലാ ആനിമൽസിനും ഈ നോട്ടോകോഡ് കാണില്ല. നോട്ടോകോഡ്സ് ഇല്ലാത്തവരെ നമ്മൾ എന്ത് വിളിക്കും? നോൺ കോഡേറ്റ്സ്. കാരണം നോട്ടോകോഡ് ഉള്ളവരെ കോഡേറ്റ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ കോഡേറ്റ്സ് എന്ന് വിളിച്ചു. അപ്പോൾ നോട്ടോകോഡ് ഇല്ലാത്തവരെ നോൺ കോഡേറ്റ്സ് എന്ന് വിളിച്ചു. പോരിഫറ മുതൽ എക്കൈനോഡെർമേറ്റ വരെയുള്ള ആൾക്കാർ നോൺ കോഡേറ്റ്സ് ആണ്.
ഈ നെയിംസ് ഒക്കെ എന്താണെന്ന് ഇനി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പോറിഫറ മുതൽ എക്കൈനോഡേംസ് വരെയുള്ളവർ നോൺ കോഡേറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇൻട്രൊഡക്ടറി പാർട്ടിലുള്ളത്. അപ്പം നമുക്ക് നോക്കാം. കിങ്ഡ അനിമേലിയെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഇവിടുത്തെ ഓർഗാനിസംസ് മൾട്ടി സെല്ലുലാർ ആണ്. ഇവർക്ക് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ളവർ ഉണ്ട്, ടിഷ്യൂ ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവലുള്ളവരും ഉണ്ട്. അപ്പോൾ സെല്ലുലാർ ലെവലിൽ അസിമെട്രിക്കൽ ആയിട്ടുള്ള, അതുപോലെ അസീലോമേറ്റ്സ് ആയിട്ടുള്ള, ക്യാവിറ്റി ഇല്ലാത്തവർ, അങ്ങനെയുള്ള ആനിമൽസ് ആണ് പോറിഫറയിൽ വരുന്നത്, ഫൈലം പോറിഫറയിൽ വരുന്നത്. നമ്മൾ ടാക്സോണമിക് ഹൈറാർക്കി പഠിച്ചായിരുന്നു, കിങ്ഡത്തിന് തൊട്ട് താഴെയുള്ളതാണ് ഫൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഫൈലം പോറിഫറയിലുള്ള ആൾക്കാർ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അസിമെട്രിക്കൽ ആൻഡ് അസീലോമേറ്റ്സ്. അടുത്തത് ഒന്നുകിൽ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവലുള്ളവർ. ഇതിൽ തന്നെ റേഡിയൽ സിമെട്രി കാണിക്കുന്ന അസീലോമേറ്റ്സ് ആണ് സീലൻഡ്രേറ്റയും ടീനോഫോറയും. ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നവരിൽ തന്നെ അസീലോമേറ്റ്സ് ആണ് പ്ലാറ്റിഹെൽമിന്തസ്. സ്യൂഡോസീലോമേറ്റ്സ് ആണ് ആഷെൽമിന്തസ്. അതായത് അവർക്ക് എന്തുണ്ട്, ബോഡി ക്യാവിറ്റി ഉണ്ട്, പക്ഷെ അതിനെ മീസോഡം ലൈൻ ചെയ്യുന്നില്ല. ഇനി അടുത്തത് ബൈലാറ്ററൽ ആൻഡ് സീലോമേറ്റ്സ്, അങ്ങനെയുള്ളവരാണ് ബാക്കിയുള്ളവരെല്ലാവരും. അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കൈനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. ഇനി ഇവിടെ എക്കൈനോഡെർമേറ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എക്കൈനോഡെർമേറ്റ ബൈലാറ്ററൽ സിമെട്രി മാത്രമല്ല, അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിനെ അനുസരിച്ച് അത് റേഡിയൽ സിമെട്രിയും കാണിക്കാറുണ്ട്. അതായത് അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ അത് റേഡിയൽ സിമെട്രിയും കാണിക്കാറുണ്ട്, ബൈലാറ്ററൽ സിമെട്രിയും കാണിക്കാറുണ്ട്. രണ്ടും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് ആനിമൽ കിങ്ഡത്തിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിലുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ആനിമൽസ് 4 ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നുണ്ട്: സെല്ലുലാർ, ടിഷ്യൂ, ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ. അതെന്തൊക്കെയാണെന്ന് പഠിച്ചിരുന്നു. പിന്നെ ഓർഗൻ സിസ്റ്റം ലെവലിൽ നമ്മൾ പറഞ്ഞു ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റും ഉണ്ട്, ഇൻകംപ്ലീറ്റും ഉണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പണും ഉണ്ട്, ക്ലോസ്ഡും ഉണ്ട്. അടുത്തത് സിമെട്രി നമുക്ക് അസിമെട്രിക്കൽ ഉണ്ട്, പിന്നെ റേഡിയൽ സിമെട്രി, അതായത് ഏത് പ്ലെയിനിൽ കൂടെ മുറിച്ചാലും ഒരേപോലെയുള്ള ഈക്വൽ ഹാഫ്സ് കിട്ടുന്നു. ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒറ്റൊരു പ്ലെയിനിൽ കൂടെ മുറിക്കുമ്പോൾ മാത്രമേ ഈക്വൽ ആയിട്ടുള്ള ഹാഫ് കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ളവരാണ് ബൈലാറ്ററൽ സിമെട്രിക്ക്. പിന്നെ ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക്, 2 ജേം ലെയേഴ്സ് ആണ് ഉള്ളതെങ്കിൽ ഡിപ്ലോബ്ലാസ്റ്റിക്, 3 ലെയേഴ്സ് ഉണ്ടെങ്കിൽ ട്രിപ്ലോബ്ലാസ്റ്റിക്. സീലോം, അതായത് ഒരു ബോഡി ക്യാവിറ്റി ലൈൻഡ് ബൈ മീസോഡം, അങ്ങനെയുള്ളവരെ സീലോമേറ്റ്സ് എന്ന് വിളിക്കാം. ഇനി ബോഡി ക്യാവിറ്റി ഉണ്ട് പക്ഷെ മീസോഡം കൊണ്ടല്ല ലൈൻ ചെയ്യുന്നതെങ്കിൽ സ്യൂഡോസീലോമേറ്റ്. ബോഡി ക്യാവിറ്റി ഇല്ലെങ്കിലോ അസീലോമേറ്റ്. ഇനി ഈ പിക്ചറിൽ കാണുന്ന പോലെ ബോഡി കുറേ സെഗ്മെന്റ്സ് ചേർത്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പോലുള്ള ആൾക്കാർ, അതിനെയാണ് മെറ്റാമറിസം അല്ലെങ്കിൽ സെഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മീസോഡോമലി ഡിറൈവ്ഡ് ആയിട്ടുള്ള റോഡ് ലൈക്ക് സ്ട്രക്ചറാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. ഇത് ഡോർസൽ സൈഡിലാണ് കാണപ്പെടുന്നത്. ഇതുള്ളവരെ കോഡേറ്റ്സ് എന്നും ഇല്ലാത്തവരെ നോൺ കോഡേറ്റ്സ് എന്നും വിളിക്കുന്നു. സോ ഇനി നമുക്ക് MCQs ഡിസ്കസ് ചെയ്യാം. ആനിമൽസ് വിത്തൗട്ട് എ ബോഡി ക്യാവിറ്റി ആർ കോൾഡ്. ബോഡി ക്യാവിറ്റി ഇല്ലാത്ത ആനിമൽസിനെ എന്താണ് വിളിക്കുന്നത്? നമ്മൾ പറഞ്ഞു ബോഡി ക്യാവിറ്റിയാണ് സീലോം ഉള്ളവർ സീലോമേറ്റ്സ്, സീലോം ഇല്ലാത്തവർ അസീലോമേറ്റ്സ്. ഇനി സ്യൂഡോ സീലോമേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? അവർക്ക് സീലോം ഉണ്ട് പക്ഷെ അതിനെ മീസോഡം ലൈൻ ചെയ്യുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഈസ് ഫസ്റ്റ് സീൻ ഇൻ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഗ്രൂപ്പിലാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത്? നമ്മൾ പറഞ്ഞു സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പോറിഫറ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് കാണാൻ പറ്റിയത്? ഇത് സീലൻഡ്രേറ്റയിലാണ്. കാരണം പോറിഫറ കഴിഞ്ഞ് തൊട്ടടുത്ത ഹയർ ലെവൽ സീലൻഡ്രേറ്റയാണ്. പ്ലാറ്റിഹെൽമിന്തസും അനലിഡ്സും ഒക്കെ വീണ്ടും ഒരുപാട് ഹയർ ലെവലാണ്. സീലൻഡ്രേറ്റയാണ് കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് പോസസ്. ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസിന് എന്താണുള്ളത്? നമുക്കറിയാം അവർക്ക് 2 ലെയർ ആണുള്ളത്, 2 ജേം ലെയർ, എക്ടോഡം ആൻഡ് എൻഡോഡം. അടുത്ത ക്വസ്റ്റ്യൻ, നോട്ടോകോഡീസ്. നോട്ടോകോഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ മീസോഡേർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ. മീസോഡേമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത റോഡ് ലൈക്ക് സ്ട്രക്ചറാണ് നോട്ടോകോഡ്. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്.
കോളം 1 സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ. കോളം 2 പ്ലാറ്റി ഹെൽമിന്തസ്, പോരിഫെറ, നിഡേറിയ, അനലിഡ. അപ്പം നമ്മൾ ആദ്യം തന്നെ പഠിച്ചതാണ് സെല്ലുലാർ ലെവൽ പോരിഫെറയാണ്. ഈ പോരിഫെറയിലാണ് നമ്മൾ കുറേ സ്ഥലത്ത് സ്പോഞ്ചസ് എന്ന് കേട്ടില്ലേ, അത് ഈ പോരിഫെറയിൽ വരുന്ന മെമ്പേഴ്സ് ആണ്. അപ്പോൾ സെല്ലുലാർ ലെവലുള്ളത് പോറിഫെറയാണ്. അതായത് A2 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. B1 ആണോ B3 ആണോ എന്ന് നോക്കുക. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആദ്യം കാണുന്നത് ഏത് ഗ്രൂപ്പിലാണെന്ന്. അപ്പം നമ്മൾ സീലൻഡ്രേറ്റ എന്നാണ് പറഞ്ഞത്. ഈ സീലൻഡ്രേറ്റയുടെ മറ്റൊരു പേരാണ് നിഡേറിയ. അപ്പോൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് നിഡേറിയ കാണിക്കുന്നത്, അതായത് B3. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. പിന്നെ ബാക്കിയും കൂടെ നോക്കാം. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. ഓർഗൻ സിസ്റ്റം കാണിക്കുന്നത് ആരാണ്? അനലിഡെ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മെറ്റാമറിക് സെഗ്മെന്റേഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. മെറ്റാമറിക് സെഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ബോഡിയെ ഇങ്ങനെ കുറേ സെഗ്മെന്റ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് ആരാണ്? എർത്തുവമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയാണ് ആനിമൽ കിങ്ഡത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിലെ ഓരോ ഫൈലംസ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫൈലം പോരിഫെറയും ഫൈലം സീലൻഡ്രേറ്റയെ പറ്റിയും പഠിക്കാം. സോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.